ഹായ്, ഞാൻ പ്രവീൺ കമലമ്മ. ഒരു കരിയർ കൗൺസിലർ ട്രെയിനർ എന്ന നിലയിൽ അങ്ങേയറ്റം അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി എനിക്കൊരു സ്റ്റുഡൻറ്റിനെ അവതരിപ്പിക്കാനുണ്ട്. നമ്മളെപ്പോലത്തെ അധ്യാപകർക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ വളരെ വലിയ റിസൾട്ട് ഉണ്ടാക്കുമ്പോഴാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നന്ദയാണ്. നന്ദ യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സിൽ ആനിമൽ ഹിസ്റ്ററിയിൽ ഒരു പുതിയ PhD ചെയ്യാൻ പോകുന്നു. അത് 1.5 കോടിയോളം രൂപയുടെ സ്കോളർഷിപ്പാണ് ആ കുട്ടി നേടിയിരിക്കുന്നത്. അപ്പോൾ 3 വർഷം യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സിൽ റിസർച്ച് ചെയ്യുമ്പോൾ ആ കംപ്ലീറ്റ് റിസർച്ച് ഫ്രീ ആണ് എന്ന് മാത്രമല്ല, ഏകദേശം ഒരു 75 lakh റുപ്പീസിൻ്റെ ഒരു സ്റ്റൈബൻറ്റും യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു റിസർച്ച് പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്, റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദ റെഡിയാകുമ്പോൾ നന്ദ കടന്നു വന്ന വഴികളുണ്ട്. അപ്പം അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. വളരെ സന്തോഷമുള്ള റിസൾട്ടാണ്. നന്ദ സിവിൽ സർവീസ് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ കാണാൻ വരുന്നത്. ആ സമയത്ത് അപ്പം ഞാൻ പൊതുവേ ഈ സിവിൽ സർവീസൊക്കെ പഠിക്കാൻ വരുന്ന കുട്ടികളെ പറ്റി ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു കരിയറിനകത്തൊന്ന് സ്ട്രോങ് ആയതിനു ശേഷം സിവിൽ സർവീസൊക്കെ ട്രൈ ചെയ്യുന്നതാണ് പൊതുവേ നല്ലത്. കാരണം പലപ്പോഴും ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിവിൽ സർവീസിന് പോകുമ്പോൾ അത് മാത്രമായിട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് റിസ്ക് ഒരുപാട് കൂടുതലാണ്. കാരണം 13 ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്ന ഒരു പരീക്ഷയ്ക്ക് 14,000 പേര് മാത്രം പ്രിലിംസ് പാസ്സാവുകയും 2,850 പേര് മാത്രം ഇൻ്റർവ്യൂവിന് വിളിക്കപ്പെടുകയും ഒരു 900-1000 മാത്രം പേര് സിവിൽ സർവീസിന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് സിവിൽ സർവീസ് എന്ന് വെച്ചാൽ. അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത് എപ്പോഴും പ്രോബബിലിറ്റി ഈസ് വെരി ലെസ്. അപ്പോൾ അങ്ങനത്തെ ഒരു വളരെ ലെസ് പ്രോബബിലിറ്റി ഉള്ള 0.002% ഒക്കെയാണ് പ്രോബബിലിറ്റി ഓഫ് കൺവേർട്ടിങ് എ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എക്സാമിനേഷൻ ഒരാൾ പ്രിപ്പയർ ചെയ്യുന്നത് തെറ്റല്ല, ഒരാളിൻ്റെ ആഗ്രഹമാണെങ്കിൽ ഇത് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് എപ്പോഴും നമ്മുടെ ഒരു സ്ട്രോങ് ഫൂട്ടിങ് ഉണ്ടായിട്ട് മാത്രമേ നമ്മളത് ചെയ്യാവൂ. നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആവുക, അല്ലെങ്കിൽ നമ്മളൊരു നല്ല കരിയർ ഉണ്ടാക്കുക, അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് സിവിൽ സർവീസൊക്കെ അറ്റംപ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ അഡ്വൈസ് ചെയ്തു. ആ അഡ്വൈസ് പ്രകാരം നന്ദ പ്രവർത്തിച്ചു. പിന്നെ ഷീ ക്രിയേറ്റഡ് എ വെരി ഗുഡ് റിസൾട്ട്. അപ്പോൾ അത് ഭയങ്കര അഭിമാനകരമാണ്. അയാൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സിൽ ഈ ഒക്ടോബർ തുടങ്ങുന്ന പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നു PhD വിദ്യാർത്ഥിയായിട്ട്. ഞാൻ നന്ദയെ പരിചയപ്പെടുത്താം. നന്ദ, ഹലോ, കൺഗ്രാജുലേഷൻസ്. ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത് വളരെയധികം ഹംബ്ലിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. കാര്യം എൻ്റെ അടുത്ത് വന്നു. നന്ദയെ പറ്റി പറയുമ്പോൾ, നന്ദ പഠിച്ചത് എവിടെയാണ്? സ്കൂളൊക്കെ എവിടെയാ? പറ. ഞാൻ നെയ്യാറ്റിൻകര വിശ്വഭാരതിയിലാണ് 10th ചെയ്തത്. അപ്പോൾ അവിടെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ശേഷം കുറെ പേര് സയൻസ് എടുക്കണം എന്നൊക്കെ. വേറൊരു സത്യം പറയാൻ, ഞാനും വിശ്വഭാരതി പഠിച്ചാണ്. അതെന്തോ ഒരു നെയ്യാറ്റിൻകര വിശ്വഭാരതി പഠിച്ച 2 പേരോ ഇല്ല, ഒരാള് ഗുരുവും ശിഷ്യായിട്ടിരിക്കുന്നു. സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് വേലപ്പ സാറിനൊക്കെ ഇപ്പോൾ നമുക്ക് അപ്പൊ തന്നെ എനിക്കൊരു 6th സ്റ്റാൻഡേർഡ് മുതൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സ്ട്രീം എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു ഏരിയ ആയിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോഴും 5th മുതലുള്ള എല്ലാ ഹിസ്റ്ററി ടെക്സ്റ്റുകളും ഇപ്പോഴും ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം ഹിസ്റ്ററി പഠിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ അപ്പോഴേ വീട്ടിൽ പറയുമായിരുന്നു, എനിക്ക് ഹിസ്റ്ററി മതി. അപ്പം ഒരു 6th സ്റ്റാൻഡേർഡിലുള്ള കുട്ടിക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്നുള്ള രീതിയിൽ ആരും അത് അത്രയങ്ങ് ശ്രദ്ധിച്ചില്ല. പക്ഷെ എനിക്ക് മൈൻഡിൽ അത് ഉറക്കായിരുന്നു. ഞാൻ ഡിഗ്രി ലെവലിലുള്ള ബുക്സ് വരെയൊക്കെ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കെല്ലാം മനസ്സിലാവുകയൊന്നുമില്ല, എന്നാലും എനിക്ക് ഇഷ്ടമായിരുന്നു, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ അതിനുശേഷം എല്ലാവരും മാർക്ക് കണ്ടപ്പോൾ പറഞ്ഞു സയൻസ് എടുത്തൂടെ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യനൊക്കെ വന്നു. പക്ഷേ ഞാൻ അപ്പോഴും സ്ട്രോങ് ആയിട്ട് നിന്നില്ല, ഹ്യൂമാനിറ്റീസ് മതി എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ടെൻഡൻസി ഉണ്ട്, കുറച്ച് മാർക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും സയൻസിന് പോകണം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ എനിക്ക് ഞാൻ ഒന്ന് ഇടപെടട്ടെ. പക്ഷെ മിടുക്കരായിട്ടുള്ള പല ആൾക്കാർക്കും അങ്ങനെ ഒരു ചിന്ത ഇല്ല. കാര്യം ഞാൻ എൻ്റെ എല്ലാ കരിയർ ഗൈഡൻസ് സെഷൻസിനും പറയുന്നൊരു എക്സാമ്പിളാണ് ഡോക്ടർ ശശി തരൂറിൻ്റെ. അപ്പം അതേപോലെ ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട് ഞാൻ വീണ്ടും അതൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പം തരൂറും പഠിക്കാൻ വളരെ മിടുക്കനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷെ അദ്ദേഹം എല്ലാ വിഷയങ്ങൾക്കും ഫുൾ മാർക്ക് വാങ്ങിയപ്പോഴും അദ്ദേഹം പഠിച്ചത് സെൻറ്റ് സ്റ്റീഫൻസിൽ ഹിസ്റ്ററി ആയിരുന്നു ഇല്ലേ. അന്ന് പുള്ളിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, I have the learning capability, I can study any subject, but that doesn't mean that I like that subject. എന്നാ പറയുന്നത്. ഇല്ല, എക്സാമിനേഷൻ എഴുതാൻ പറ്റും, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ എക്സാമിനേഷൻ ഐ ഫർഗെറ്റ് എന്നാ പുള്ളി പറഞ്ഞത്. അതൊന്നും ഞാൻ പിന്നെ സയൻസും കണക്കൊന്നും എനിക്ക് ഓർക്കാൻ വലിയ താല്പര്യമില്ല. പക്ഷെ ഞാൻ എന്തൊക്കെയാണോ ലിറ്ററേച്ചറിലും ഹിസ്റ്ററിയിലും പഠിച്ചത് അതെനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇന്ന് വേണമെങ്കിൽ എനിക്കത് പറയാൻ പറ്റും എന്ന ഒരു ബോധ്യത്തിൽ അദ്ദേഹം സെന്റ് സ്റ്റീഫൻസിൽ പോയി ഹിസ്റ്ററി പഠിച്ചു. നൗ ഹി ഈസ് ക്രിയേറ്റിംഗ് ഹിസ്റ്ററി എവറി ഡേ. അപ്പൊ എപ്പോഴും നമ്മുടെ ഒരു കരിയർ സെലക്ഷനകത്ത്
നമ്മുടെ ഉൾവിളി എന്ന് പറയുന്ന സാധനത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതാണ് ഇപ്പൊ നന്ദയും ചെയ്യുന്നത്. ഐ എം സോ ഹാപ്പി. ഓക്കെ, നിന്നി നന്ദ പറയാം. അപ്പൊ ആ ഒരു ഇൻറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടായിരിക്കും. അപ്പൊ ഹ്യൂമാനിറ്റീസ് അപ്പോഴത്തേക്കും വെള്ളറുടെ വേലായുധപ്പണിക്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. നിങ്ങളുടെ തന്നെ കുടുംബ സ്കൂളാണ്. ഞങ്ങളുടെ എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ് വേലായുധപ്പണിക്കർ അപ്പൂപ്പൻ. അപ്പൊ അപ്പൂപ്പൻ വെച്ച സ്കൂളിൽ ആ സമയമാണ് ആദ്യമായിട്ട് ഹ്യൂമാനിറ്റീസ് +2 ബാച്ച് വരുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ അഡ്മിഷൻ ആയിട്ട് ഞാൻ തന്നെ ജോയിൻ ചെയ്തു. അപ്പൊ ഒരിടോ ഹ്യൂമാനിറ്റീസ് കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ് ഹ്യൂമാനിറ്റീസ് നല്ലൊരു സ്കൂളിൽ പഠിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ട്രൈ ചെയ്യാം, അവിടെ നല്ല റിസൾട്ട് ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ആദ്യത്തെ ബാച്ച്, അവിടെ പ്രീവിയസ് എക്സാമ്പിൾസ് ഒന്നുമില്ല. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. +2 എനിക്ക് 99.5% ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെയും കോൺഫിഡൻസ് ആയി, ഹ്യൂമാനിറ്റീസ് എന്റെ കൂടെ നിൽക്കും എന്നുള്ള ഒരു ഉറപ്പായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കൺഫ്യൂഷൻ ആയി. ഹ്യൂമാനിറ്റീസ് ഒരു വലിയ ബ്രോഡ് ഏരിയ ആണ്, അതിലേത് സബ്ജക്ട് എടുക്കും. അപ്പോഴും പിന്നെയും പറയാൻ തുടങ്ങി ഹിസ്റ്ററി സ്കോപ്പ് കുറവുള്ള ഒരു ഏരിയ ആണ്, ഹിസ്റ്ററി പഠിക്കാത്ത കുട്ടികളുടെ വിഷയമാണ് എന്നൊക്കെ ഉള്ള ഡിബേറ്റ്സ് പിന്നെയും വരുന്നുണ്ട്. അങ്ങനെ ഞാൻ എക്കണോമിക്സ് എടുക്കുകയാണ്. ഇവാനിയോസിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട്, അവിടെ വേറെ ആർട്സ് സബ്ജക്ട് ഇല്ലാത്തതുകൊണ്ടും പിന്നെ കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടും എക്കണോമിക്സിലെത്തി. അങ്ങനെ എക്കണോമിക്സ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ത്യൻ എക്കണോമിക് സർവീസ് അങ്ങനത്തെ രീതിയിലോട്ട് പോവാലോ എന്ന് കരുതി എക്കണോമിക്സ് എടുത്തു. പക്ഷെ ഫസ്റ്റ് ഇയർ തന്നെ എനിക്ക് മനസ്സിലായി എന്റെ ഏരിയ അല്ല എന്നുള്ളത്. കാരണം അതിൽ മാത്തമെറ്റിക്കൽ കാര്യം വരുന്നുണ്ട്, എന്റെ ആർട്ടിസ്റ്റിക് മൈൻഡിന് അത് ചേർന്ന് പോകുന്നില്ല. അങ്ങനെ വീണ്ടും ഞാൻ വിചാരിച്ചു ഇത് പറ്റുന്നില്ല. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞതും കൊറോണയായി. അപ്പോഴത്തേക്ക് പിന്നെയും എന്ത് ചെയ്യണം എന്നുള്ള ഡൗട്ട്. എന്തായാലും എക്കണോമിക്സ് വേണ്ടാന്ന് തീരുമാനിച്ചു. MA ചെയ്യണം, ഹിസ്റ്ററി ചെയ്യണം എന്നുള്ളൊരു മൈൻഡിൽ വരാൻ തുടങ്ങി. അപ്പം UPSCയുടെ ആ ഒരു ട്രെൻഡ് നടക്കുന്ന സമയമാണ്. അപ്പം എല്ലാവരും UPSCയിലൊരു സമയത്ത് പോകണം എന്നുള്ളൊരു നിയമം പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ വീട്ടിലും വലിയൊരു ആഗ്രഹമായിരുന്നു ഞാനൊരു സിവിൽ സർവന്റ് ആവണം എന്നുള്ളത്. പക്ഷെ എനിക്ക് ഉള്ളിലല്ലായിരുന്നു. പക്ഷെ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ കിട്ടിയ നല്ലതാണല്ലോ എന്നുള്ള രീതിക്ക് പോയി. അങ്ങനെ ചെയ്തു. 1 വർഷം ട്രൈ ചെയ്തു, കിട്ടിയില്ല. നെക്സ്റ്റ് ഇയർ ട്രൈ ചെയ്തു, കിട്ടിയില്ല. അപ്പോഴത്തേക്കും എന്റെ ഫ്യൂച്ചർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു പേടി എനിക്കുള്ളിൽ വരാൻ തുടങ്ങി. പിന്നെ ഇതെനിക്ക് പറ്റുന്ന ഏരിയ അല്ലാന്ന് എന്റെ ഉള്ളിൽ നിന്ന് പറയാൻ തുടങ്ങി. പറ്റുന്ന കുട്ടികളുണ്ടാവാം, എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇതിന്റെ പ്രഷറും പിന്നെ എന്റെ ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശമാവാൻ തുടങ്ങി. PCOD പോലത്തെ ഇഷ്യൂസ് ഒക്കെ ഗേൾസിന് ഒരുപാടാണ് UPSC ട്രൈ ചെയ്യുന്ന എന്റെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും. അപ്പോൾ അങ്ങനെയൊക്കെ വേഴ്സ് ആവാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അതാണ് എന്റെ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ പറയാം. എല്ലായിടവും ഞാൻ പറയുമ്പോഴും പ്രവീൺ സാറിന് പറയാതെ എന്റെ സ്റ്റോറി കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ആരെങ്കിലും ഒന്ന് കണ്ടേ പറ്റുള്ളൂ, ഒരു ഗൈഡൻസ് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളൊരു ലെവലിൽ എത്തിയപ്പോൾ ഞാൻ തന്നെ ഗൂഗിളിൽ റിവ്യൂ നോക്കി ആണ് സാറിനെ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി വേറെ പരിചയമില്ലായിരുന്നു. അങ്ങനെ സാറ് പറഞ്ഞു വന്ന് കണ്ടോളൂ, അന്ന് തന്നെ വന്ന് കണ്ടോളാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം സാറിനെ ആദ്യമായിട്ട് ഞാൻ കണ്ടു. സാറിനെ കണ്ടപ്പോഴും ഭയങ്കര വാമായിട്ടുള്ള ഒരു ആളായിരുന്നു അന്ന് തന്നെ. എനിക്കൊരു 100 ക്വസ്റ്റ്യനോളം വരുന്ന ഒരു ക്വസ്റ്റ്യനെയർ തന്നു സാർ, ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ചെയ്ത് കൊടുത്തു. സാറത് പറയുമെന്ന് നോക്കി. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റായിട്ട് സാറ് പറഞ്ഞു എൻ്റെ പേഴ്സണാലിറ്റി ഒരു ടീച്ചിങ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും നല്ലത്. പിന്നെ ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററിയോ ഫിലോസഫിയോ എടുത്ത് നല്ലൊരു മാസ്റ്റേഴ്സ് ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ എവിടെന്നെങ്കിലുമൊക്കെ ചെയ്ത് ലോകം അറിയപ്പെടുന്ന ഒരു പ്രൊഫസർ എങ്ങാനുമായിട്ട് രാജ്യങ്ങൾ മുഴുവൻ സഞ്ചരിച്ചൂടെ, അങ്ങനെയൊക്കെ സാറിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോഴും സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ, എനിക്കതൊക്കെ ഇഷ്ടമാണല്ലോ, ഇത് മാത്രമല്ലല്ലോ എന്നൊക്കെ എനിക്ക് അപ്പോഴാണ് അത് തോട്ട് ഉണ്ടാവാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ നോക്കി. അപ്പോൾ തന്നെയാണ് CUETയുടെ ആദ്യത്തെ ബാച്ച് വരുന്നത്. ക്ലോസ് ചെയ്യാൻ കുറച്ച് ദിവസം കൂടെ ഉള്ളപ്പോഴാണ് ഞാൻ CUET അപ്ലൈ ചെയ്യുന്നതും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ MA ഹിസ്റ്ററിക്ക് അഡ്മിഷൻ ആയതും ഒക്കെ. അങ്ങനെ അതൊരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഹൈദരാബാദ് പോയതും ട്രിവാൻഡ്രത്ത് മാത്രം നിന്നിട്ടുള്ള ഞാൻ ആദ്യമായിട്ടൊരു സിറ്റി പോകുന്നു. എൻ്റെ ലോകം കുറെ കൂടെ വലുതാവായിരുന്നു. ഹിസ്റ്ററിയുടെ തന്നെ കൂടുതൽ ഡയമെൻഷൻസ് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലാണ്. അങ്ങനെയാണ് എൻവയോൺമെന്റൽ അനിമൽ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു മേഖല ഉണ്ട് എന്ന് അറിയുന്നതും. പിന്നെ എൻ്റെ പേഴ്സണൽ ഇഷ്ടവും കൂടെയാണ് അനിമൽസിൻ്റെ അടുത്തുള്ള ഒരു താല്പര്യവും പിന്നെ വീഗൻ ആക്ടിവിറ്റീസ് ഒക്കെ കാരണം അനിമൽ റൈറ്റ്സ് അങ്ങനെ അതും എൻ്റെ അക്കാഡമി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരാമെന്നുള്ള ഒരു സെർച്ച് ചെയ്യുന്നതാണ് അനിമൽ ഹിസ്റ്ററിയിലെ ഒരു സ്റ്റഡി ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോൾ നന്ദയുടെ അഭിപ്രായത്തിൽ ഇതുവരെയുള്ള മൃഗങ്ങളുടെ നിയമങ്ങളൊക്കെ മനുഷ്യനെ എഴുതി ഉണ്ടാക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ സ്വാർത്ഥത മൃഗങ്ങളെ മാനേജ് ചെയ്യുന്നതിനകത്ത് വരുന്നുണ്ട്. അപ്പം കുറച്ചുകൂടി മൃഗത്വമുള്ള ഒരു നിയമം, ഒരു ലോകം ഉണ്ടാവണം എന്ന് വെച്ചാൽ മനുഷ്യനുള്ള അതേ അവകാശങ്ങൾ ഈ ലോകത്ത് മൃഗങ്ങൾക്കും ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുകയും അതങ്ങനെ തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യണം. ഇപ്പം നമ്മളിത് എടുക്കുമ്പം തന്നെ ഒരു ഈച്ച എവിടെ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം എന്നെ അത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ നന്ദ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അടിക്കാൻ പേടിയുണ്ട്. കാര്യം നന്ദ അത്രത്തോളം തീർച്ചയായിട്ടും ഷീ ഈസ് വെരി മച്ച് കൺസേൺഡ് അബൌട്ട് എവരി അനിമൽ.
എല്ലാ ക്രീച്ചറിനകത്തും ഈ ലോകത്തെ എല്ലാം എല്ലാ ജന്തുക്കൾക്കും ഉള്ളതാണ് ഈ ലോകമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, അതിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന, ഒരു പീഡ ഉറുമ്പിനും വരുത്തരുതെന്ന അനുകമ്പ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, ഇപ്പോൾ ഗുരുദേവൻ പറഞ്ഞതുപോലെയുള്ള ഒരു അനുകമ്പ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കുട്ടിയാണ്. വളരെ വ്യത്യസ്തയാണ്. ഇപ്പോൾ വീഗൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പം നന്നായിട്ട് ട്രാവലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ടെൻഷൻ വരും. കാര്യം എന്ത് കഴിക്കാൻ കൊടുക്കും എന്ന് തോന്നുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വീഗനാണ്. അപ്പം അതൊക്കെ ചൂസാണ്. പണ്ട് പോലെ അങ്ങനെ ആയിരുന്നില്ല, പണ്ടെല്ലാം കഴിക്കുമായിരുന്നു. അപ്പോൾ വളരെയധികം സ്വന്തം ബോധ്യത്തിനനുസരിച്ച് ഉള്ളിൽ വരുന്നത് എന്താണോ അങ്ങനെ തന്നെ ഉള്ളൊഴുക്കെന്ന് പറയും പോലെ അങ്ങനെ തന്നെ ജീവിക്കുന്ന ഒരു കുട്ടിയാണ് നന്ദ. അതുകൊണ്ട് തന്നെയാണ് അയാൾ ചെയ്യുന്ന കാര്യത്തിനെല്ലാം ആ ഒരു പാഷനുണ്ട്. അത്തരം പാഷൻ നമ്മുടെ ഒരു വിദേശത്തൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കാര്യം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് പറയുന്നത് അത് ഹൃദയത്തിൽ നിന്നാവണം. അവർക്ക് യൂണിവേഴ്സിറ്റിക്ക് ഫീൽ ചെയ്യണം നിങ്ങളുടെ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും അയാളുടെ പേഴ്സണാലിറ്റി, അയാളുടെ ജീവിതചര്യകൾ, അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ വളരെയധികം നന്നായിട്ട് ഒരു അനിമൽ ഹിസ്റ്ററി ആയിട്ട് മാച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ലീഡ്സ് പോലെയുള്ള ഒരു വലിയ യൂണിവേഴ്സിറ്റി നമ്മളിപ്പം ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പം US ഐവി ലീഗ് എന്ന് പറയും. ഇപ്പം ഹാർവാർഡ്, ചിക്കാഗോ, പെൻസിൽവാനിയ, ഇങ്ങനെയൊക്കെയുള്ള വലിയ യെയിൽ ഒക്കെയാണ് ഐവി ലീഗിൽ വരുന്നത്. അതേപോലെ റസൽ ഗ്രൂപ്പ് ഓഫ് കോളേജസ് ആണ് UK ഇപ്പം ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ്, യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ, ഇമ്പീരിയൽ കോളേജ്, യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ അത്രയും പ്രസിദ്ധമായ ഒരു UK യൂണിവേഴ്സിറ്റി വളരെ പാഷനേറ്റ് ആയിട്ട് എഴുതിയ ഒരു SOPയും അയാളുടെ എഡ്യൂക്കേഷൻ ഹിസ്റ്ററിയൊക്കെ മാനിക്കുകയും നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിൻ്റെ മുകളിലൊരു സ്കോളർഷിപ്പ് കൊടുത്തിട്ട് സെലക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു കാര്യം പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡും നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ പാഷനും ഒക്കെ അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, വളരെ കൗതുകത്തോടുകൂടി ചോദിക്കാനുള്ളത്, ഈ വീഗനായത് എപ്പോഴാ, എന്നാ അങ്ങനെ തോന്നി തുടങ്ങിയത് എപ്പോഴാ? വീഗനാകുന്നത് പെട്ടെന്ന് വന്നൊരു ജേർണി അല്ല. അത് എനിക്കൊരു 11 വയസ്സ് മുതൽ എൻ്റെ മൈൻഡിൽ കയറിയ കുറച്ച് ആശയങ്ങളും പിന്നെ എനിക്ക് അനിമൽസിനോടുള്ള ക്രൂവൽറ്റി കാണുമ്പോൾ കുഞ്ഞിലെ മുതലേ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ടാവുമായിരുന്നു, ഉള്ളിലൊരു സങ്കടവും, അത് ഒരുപാട് കരയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാനൊരു 12 വയസ്സായപ്പം നോൺ വെജ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ആദ്യം 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഡിസിഷൻ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടില് ആദ്യമൊക്കെ കുറെ അവര് നിർബന്ധിച്ചു നോക്കി. പക്ഷെ ഞാൻ ഒരു രീതിക്ക് സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഒരു വർഷത്തോളം ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അവർക്കും മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ അവളുടെ ഇഷ്ടം പോലെ കഴിക്കട്ടെ എന്നുള്ള രീതിക്ക് വെച്ചിട്ട് വെജിറ്റേറിയൻ ആയി ഞാൻ കംപ്ലീറ്റ്ലി. അതിനുശേഷം ഇത് വെജിറ്റേറിയൻ തന്നെ ഉള്ളൂ എന്നുള്ള രീതിക്ക് വന്നു. പക്ഷെ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയതിനു ശേഷമാണ് വീഗനിസം എന്നുള്ളൊരു ആശയം അറിയുന്നതും. അപ്പോൾ അത് കുറച്ചുകൂടെ അനിമൽ വെൽഫെയർ, അനിമൽ റൈറ്റ്സ് ബേസ്ഡ് ആണ്. അപ്പം അനിമൽസിന് ജീവിക്കാനുള്ള അവകാശം ഉണ്ട്. അപ്പം അതിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന മിൽക്ക് പ്രോഡക്ട്സ്, ലെതർ, സിൽക്ക്, ഹണി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു, അതായത് പ്യുവർലി നമ്മൾ അനിമൽ ഫ്രണ്ട്ലി ആയിട്ട് പ്ലാന്റ് ബേസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു ജീവിത രീതിയാണ് വീഗനിസം എന്ന് പറയുന്നത്. ഈ മൂവ്മെന്റ് ഇപ്പൊ എന്തുമാത്രം ശക്തമാണ്? എത്ര പേരുണ്ടായിരിക്കും? അങ്ങനെ വല്ല ഐഡിയ ഉണ്ടോ? മൂവ്മെന്റ്സ് വളരെ ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ ലണ്ടനിലൊക്കെ പോകുമ്പോ, ലീഡ്സിലൊക്കെ പോകുമ്പോ ഭക്ഷണം കഴിക്കുന്ന എങ്ങനെയൊക്കെയുള്ള കുറച്ച് വറിയിടുണ്ടോ? കാരണം ഇന്ത്യയിലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നോൺ വെജ് കിട്ടുന്ന ഒരു സ്ഥലമൊക്കെയാണ് ഹൈദരാബാദ്, കാലിക്കറ്റ്. അപ്പൊ അവിടെയൊക്കെ എനിക്ക് സർവൈവ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങളിൽ ചില സ്ഥലത്ത് നോൺ വെജ് മാത്രമേ ഉണ്ടാവും. എന്നിട്ടും നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം നടക്കും. കാരണം നമ്മുടെ ഉള്ളിൽ അത് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ആ സാധനം. പിന്നെ നമ്മളെ ഒരു രീതിക്ക് ഫോളോ ചെയ്ത് പോവാണ്. പിന്നെ എല്ലാവരും പറഞ്ഞത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമല്ല, നമ്മുടെ പയറ്, പരിപ്പ്, പച്ചക്കറികള്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഫുഡ് ബാലൻസിങ് എങ്ങനെയാ ചെയ്യുന്നത്? ഈ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഇങ്ങനെ പറയുന്ന ഫാറ്റ്, പിന്നെ ഫൈബർ, എങ്ങനെയാണ് വീഗൻസ് ഇത് ഡീൽ ചെയ്യുന്നത്? വീഗൻസ് അതായത് നോൺ വെജിലുള്ള തന്നെയാണ് ഹെൽത്തി ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ, നോൺ ഹെൽത്തി ആയിട്ട് വീഗനിസത്തിന്റെ ഫുഡ് കഴിക്കാൻ പറ്റും. കാരണം ഫാറ്റി ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാത്തിലും ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഫാറ്റ് സോഴ്സസ് കുറവാണെന്നേ ഉള്ളൂ. കാരണം ചീസ്, ബട്ടർ, ഗീ ഇതൊന്നും വീഗൻസിന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ഒരു ചങ്ക് ഓഫ് ഫാറ്റ് നമ്മുടെ ഉള്ളിലോട്ട് വരാതെ പോകുന്നത് വലിയൊരു ഇതാണ്. പക്ഷെ അതിനൊത്ത് നമ്മൾ ബാക്കി വൈറ്റമിൻസ് കറക്റ്റായിട്ട് കഴിക്കുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒരുപാട് കഴിക്കേണ്ടി വരും. പിന്നെ ആൽമണ്ട്സ്, സോയൊക്കെ ചീപ്പായിട്ടുള്ള സാധനമാണ്. സോയ ചങ്ക്സ് ഒക്കെ ആണെങ്കിലും, പിന്നെ പയറ്, കടല,
അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാ ദിവസവും ഉൾക്കൊള്ളിക്കാൻ നോക്കുക പ്രോട്ടീന് വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് ചുമ്മാ ഒരു സാധാരണക്കാരൻ എന്ന് പറഞ്ഞാലേ നമ്മുടെ ഇക്കോ സിസ്റ്റത്തിന് ഇത് ബാധിക്കത്തില്ല. നമ്മൾ കഴിച്ചാലല്ലേ ഇത് ബാലൻസ് ആവും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നമ്മളെ പോലെയുള്ള ആൾക്കാർ. അത് ഈസ് ഇറ്റ് ട്രൂ? അത് നമ്മൾ പറയും ഫുഡ് ചെയിൻ ആണ്, ഇങ്ങനെയാണ്, എല്ലാ ജീവികളും ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ നമ്മുടെ കൺസംഷൻ പ്രാക്ടീസ് വെച്ച് നോക്കുമ്പോൾ ഏത് ഫുഡ് ചെയിൻ ആണ് കറക്റ്റ് ആയിട്ട് പോകുന്നത്? ഒരു ഫുഡ് ചെയിൻ കറക്റ്റ് അല്ല. എല്ലാം ഡിസ്ട്രോയ് ചെയ്തത് മനുഷ്യന്റെ ഈ കൺസംഷൻ പ്രാക്ടീസ് ആണ്. നമ്മൾ ബാക്കി ജീവികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ ആവശ്യത്തിന് വിശപ്പ് വരുമ്പോൾ ഒരു ജീവിയെ കൊല്ലുക, കഴിക്കുക. പക്ഷെ മനുഷ്യൻ ചെയ്യുന്നത് ബില്യൺസ് ഓഫ് അനിമൽസിനെ ആർട്ടിഫിഷ്യലി ബ്രീഡ് ചെയ്തുണ്ടാക്കി ഇതിനെ എത്രമാത്രം നാച്ചുറൽ അല്ലാത്ത പ്രോസസ്സിൽ കൂടെ കടത്തി വിട്ട് ബ്രീഡ് ചെയ്ത് അതിന്റെ കുട്ടിക്കുള്ള പാല് നമ്മളെടുത്ത് അത്രയ്ക്ക് ഇൻഹ്യൂമൺ ആയിട്ടുള്ള ഒരു സഫറിങ്ങും പിന്നെ ആവശ്യമില്ലാത്ത ഈ പ്രാക്ടീസസിന്റെ യാതൊരു, കാരണം മനുഷ്യനല്ലാതെ വേറൊരു ജീവിയുടെ പാല് കുടിക്കുന്നില്ല. നമ്മുടെ ഹോർമോൺസിന് ചേർന്ന് വരുന്ന നമ്മുടെ കൺസംഷൻ ആവശ്യമുള്ള നമ്മുടെ അമ്മയുടെ പാല് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് എല്ലാ ജീവിയും നിർത്തുന്ന സമയത്ത് നിർത്തുക. ബാക്കി നമുക്ക് ഈ ഓട്സിന്റെ മിൽക്ക് ആണെങ്കിലും ബാക്കി സാധനങ്ങളുടെ മിൽക്ക് ആണെങ്കിലും ഒക്കെ നട്ട്സിന്റെ മിൽക്കൊക്കെ വെച്ച് നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാം എന്നുള്ളതേ ഉള്ളൂ. വെരി ഗുഡ്. അപ്പോൾ ഈ ജേണിക്കകത്ത് ഇപ്പം എന്നെ നന്ദ കാണാൻ വന്നു. അപ്പം ഞാൻ തീർച്ചയായിട്ടും നന്ദയുടെ ഒരു പാഷനൊക്കെ കണ്ടിട്ട് സ്വാഭാവികമായിട്ട് ഞാൻ മിക്കവാറും എല്ലാ കുട്ടികളെ അഡ്വൈസ് ചെയ്യുന്നത് അവരുടെ പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെറുതെ പറയലല്ല, അതിനുള്ള മാർഗങ്ങളും കാണിച്ചു കൊടുക്കലും നമുക്കുണ്ട്. പക്ഷേ we know that in this whole journey there is another man who was very strongly involved. Yes. He is Ajay Senner and Grad Square in Chennai. അപ്പോൾ I actually introduce you to Ajay. So then Ajay and you have done a lot of research to get into this Leeds University, and we have to be very thankful to him also. Yes. And can you please say a few words about what was your experience with Grad Square and Ajay Senner? Sure. When I want to do PhD, the thing was that I don't know anybody who have done PhD there or who have a first-hand experience. So when I asked Praveen sir, he introduced me to Ajay sir and his Grad Square. They are more than a mentor for me. When I approached them, he asked me, do you have a CV? I said, I don't have anything with me. I don't know anything. I don't know the process or what are the process involved. What should I do? Then he said, no, we will do everything for you. Just give your details and all. And he helped me to build a CV properly. And after that, when I asked him, he prepared a very beautiful SOP model for me. With that model, I did my SOPs and how to ask for LOR and everything step by step. He was with me. In the Zoom meet, we connect each other, and for every application, he sit with me in the Zoom meet, and we discuss line by line in each application, and thus he was with me. And more than that, the mental guidance he gave me when I was at my lowest, I asked him, sir, do you think I am going to get somewhere? Then he said, sure Nanda, I am so sure about you. You are going to get with full scholarship. Trust me. First you trust yourself. That words were like, oh, at least he is telling that I am going to get somewhere. So that was the point when I started to trust myself. So I should thank Ajay sir and Grad Square a lot for believing me, trusting me and taking me with him along the journey. Ajay, I have to introduce Ajay also. Ajay is my friend, brother. Sometimes he is a mentor also to me. He is from IIM Ahmedabad and a very passionate career counselor, international overseas education consultant in Chennai. So you really appreciate his service. I really appreciate. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ ഒരിക്കലും അജയ് മെൻഷൻ ആവാതിരുന്നാൽ അത് പൂർണ്ണമാവത്തില്ല. ബിക്കോസ് യു ഹാവ് played a very vital role in this whole journey. Very good. അപ്പോൾ ഒരു നാട്ടുമ്പുറത്ത് ജനിച്ചു ഇല്ലേ, നാട്ടുമ്പുറത്ത് തന്നെയുള്ള ഒരു കൊള്ളാവുന്ന സ്കൂളിൽ പഠിച്ചു. പിന്നെ അപ്പൂപ്പൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സ്കൂളിൽ തന്നെ പഠിച്ചിട്ട് അവിടെ ആദ്യത്തെ +1 +2 ബാച്ച് ഉണ്ടാകുമ്പോൾ ആ സ്കൂളിന് വളരെ ഗംഭീരമായൊരു റിസൾട്ട് ഉണ്ടാക്കണമെന്ന വാശിയോടുകൂടി പഠിച്ചു. 99.5% മാർക്ക് വാങ്ങി പാസ്സായി. അത് കഴിഞ്ഞതിന് ശേഷം നന്ദയുടെ അനിയത്തിയും അതേ പാത്ത് ഫോളോ ചെയ്തു. ആൻഡ് ഷീ ഗോട്ട് 1200 out of 1200 and now she is doing MBBS. ഇല്ല, അപ്പോൾ 2 കൊച്ചുമക്കളും ഗ്രാൻഡ് ചിൽഡ്രൻ അപ്പൂപ്പൻ്റെ സ്കൂളിന് വലിയ മഹത്വം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ദേ സെറ്റ് മോഡൽ. അപ്പോൾ ഏത് സ്കൂളിൽ പഠിച്ചാലും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവ് ആണെങ്കിൽ, നമ്മൾ വളരെയധികം നന്നായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ
വലിയ ഇതുപോലത്തെ വലിയ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പം ആസ് എ മെൻറ്റർ ഇപ്പോൾ എനിക്ക് അത്യാഗ്രഹമുണ്ട്. അപ്പോൾ എനിക്കിനി ഈ ലീഡ്സ് കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാം ഐവി ലീഗ് എന്നൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആൻഡ് ഐ വോണ്ട് ടു സീ യു ആസ് എ പ്രൊഫസർ ഇൻ വെരി ഫേമസ് യൂണിവേഴ്സിറ്റീസ്, അങ്ങനെയൊക്കെ കാണണമെന്നുണ്ട്.